ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ 13 13/2/26 കഥയാണ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂട്ടിൽ നമ്മളുടെ നിധിയുടെ അപേക്ഷ പ്രകാരം സുധീഷും നിതീഷും നികേഷും കൂടെ 4 പേരും കൂടെ ചെന്നിട്ട് ലളിതയുടെ വീട്ടിൽ പോയിട്ട് സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ പോവുകയാണ്. അപ്പോഴേ ഭാസ്കരൻ പറയുന്നത് നിങ്ങൾ പോകണ്ട, നിങ്ങൾ നാണം കെടും, നമ്മളെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം ഇതാക്കുന്ന ആളുകളാണ്, നിങ്ങളവിടെ പോകാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, നടക്കുക നടക്കട്ടെ, നാളെ നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം നമുക്കും വരണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ സുനന്ദയുടെ അച്ഛനും അമ്മാവനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബെല്ലടിക്കുന്നത്. അപ്പോൾ ലളിത പോയി നോക്കുന്നുണ്ട്. ആരാ നോക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക, നിങ്ങളോട് ആരും അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി ലളിത ചോദിക്കുന്നുണ്ട്, നീ കഴിഞ്ഞ പ്രാവശ്യം പോലീസിനെയും കൂട്ടിയിട്ടാണ് വന്നത്, ഇപ്രാവശ്യം നീ എന്താ പട്ടാളങ്ങളെ കൂട്ടിയിട്ടാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവരൊക്കെ കൂടെ നിൽക്കുന്നത്. ഈ കുട്ടിക്കുരങ്ങന്മാരെയും കൊണ്ടാണോ വന്നതെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. അപ്പോഴേക്കും ഇവർക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ, ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നിധി വളരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു പെണ്ണാലോചിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് വരിക സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല, ആദ്യമായിട്ടുള്ള ഇതാണ് എന്നറിയാം. അപ്പോൾ പെണ്ണാലോചിച്ചിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് അവിടേക്ക് പെണ്ണാലോചിച്ചോ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ടാണ്. സുഭാഷ് ചേട്ടനും സുനന്ദയും തമ്മിൽ പരസ്പരം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പെണ്ണന്വേഷിച്ച് വന്നത് നിധി സ്ട്രൈറ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴേക്കും തുടങ്ങും ലളിത. അപ്പോഴേക്കും അമ്മാവനും അച്ഛനും സുനന്ദി എല്ലാവരും മറുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. പറയും, നമുക്ക് നാണുണ്ട് ഇവിടെ വന്ന് പെണ്ണന്വേഷിക്കാനും, അത് ആ കൊലപ്പുള്ളിയുടെ വീട്ടിലേക്ക് എൻ്റെ മകളെ കൊടുത്തേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ അന്തസ്സുള്ള ഒരു ദുബായിക്കാരനെയാണ് മോൾക്ക് കണ്ടുവച്ചത്, അന്തസ്സും അഭിജാതൊക്കെ ഉള്ള നല്ലൊരു ദുബായിക്കാരനെയാണ് കണ്ടുവച്ചത്, ഞാൻ അവർക്കേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം അവരെ നാണം കെടുത്താമോ അത്രയും നാണം കെടുത്തുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ ആർക്കോ കൊടുത്തോളൂ, പക്ഷേ അവളുടെ മനസ്സും കൂടെ നിങ്ങൾ അറിയണ്ടേന്ന് അറിയാം. അപ്പോൾ പറയും ലളിത് പറയും, നീ എന്തറിഞ്ഞിട്ടാ കൊച്ചേ, നിനക്ക് എന്തറിയാം, നീ ഇന്നലെ വന്നതാന്ന് നോക്കി, ഇവന്മാർക്ക് അറിയാലോ എന്താ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്, ഇവന്മാർ നിന്നോടൊന്നും പറഞ്ഞില്ല, നീ എന്തറിഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്, നിനക്ക് നാണോ മാനോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, നിങ്ങൾ സുനന്ദോടൊന്ന് ചോദിച്ചു നോക്കുക. സുനന്ദോടൊന്നും ചോദിക്കുകയല്ല, ഞങ്ങൾ തീരുമാനിക്കുന്ന കല്യാണം തന്നെ അവൾ കഴുത്ത് കാണിച്ച് തരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മാവനും അങ്ങനെ എന്തിനു പറയും, ഇവർ ചെന്നവരെ മാക്സിമം നാണം കെടുത്തി തിരിച്ചയക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴും പറയുന്നുണ്ട് നിധി പിന്നെയും കെഞ്ചാണ്. അപ്പോഴേക്കും ചെക്കന്മാർക്കൊക്കെ കൂടെ ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ അവന്മാർ പറയും, ഞങ്ങൾ നിങ്ങളോടക്ക് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് എന്നൊക്കെ, ഇങ്ങനെ നിങ്ങളോട് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സുനന്ദ നിന്ന് കരച്ചില്ല, അവൾക്ക് സംസാരിക്കാൻ അവിടെ പേടിയാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവൾ നിന്ന് കരച്ചിലാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ നിങ്ങൾ അവളോടൊന്നും കൂടി ഒന്ന് ചോദിക്കുക, അവളുടെ മനസ്സിലെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുന്നത് നിധി പറയുന്നുണ്ട്. അപ്പോൾ പറയും, അതൊന്നിപ്പോൾ നീ പറയണ്ട, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ള, നീ വലിയ കൊമ്പത്തെ ഇതാണല്ലോ, നിനക്ക് നാണുണ്ടോ ഇവിടെ വന്ന് നിൽക്കുക, ഒളിച്ചോടി പോന്നാന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത്, നിനക്ക് നാണുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനൊന്നും നിധിക്കൊന്നും പറയാനില്ല കേട്ടോ. അവിടുന്ന് അവസാനം പറയും, ഒന്നില്ലെങ്കിൽ അവരുടെ പ്രായം ഒന്ന് ആലോചിക്കുന്നത്, 10-12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവൻ 15 വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കൂലിപ്പണിക്ക് പോകണം, അന്ന് തൊട്ട് അവളൊന്ന് മുട്ടിൽ കഴിയുന്ന പ്രായമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും അവരെ നാണം കെടുത്തിയിട്ടാണ് അവിടുന്ന് തിരിച്ചയക്കുന്നത്. അപ്പോഴേക്കും ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളെന്തിനാ അവിടെ ഒന്ന് പെണ്ണന്വേഷിക്കുന്നതൊക്കെ കണ്ട് അവരും പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അവർ പോവുകയാണ് കേട്ടോ. അവിടുന്ന് അങ്ങനെ പോണ സമയത്ത് നമ്മളെ സൈറ്റിൽ ഇതൊന്നും അറിയാതെ സുഭാഷ് അവിടെ ഭയങ്കര പണിയും കാര്യങ്ങളിലാണ്. അപ്പോഴേക്കും പോയൊരു ബംഗാളി തിരിച്ചു വന്നിട്ട് അയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സുഭാഷിനൊരു ഫോൺ വരികയാണ്. ആ ഫോണിൽ ഭാസ്കരൻ എന്നല്ല, സോറി, എന്തോ അയാളുടെ പേര് പറയണ്ട, അയാളാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, നിൻ്റെ അനിയന്മാരും സുധീഷിൻ്റെ ഭാര്യയും ഒക്കെ കൂടെ അവിടെ പോയിട്ട് നിങ്ങളുടെ ലളിതയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എന്താ കാര്യം എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യത്തിന് അങ്ങോട്ട് പോകണത്, നാണം കെടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ അപ്പോൾ അതിൽ വരുമ്പോഴാണ് കണ്ടത് എന്നറിയും. അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നറിയും. അങ്ങനെ സുഭാഷ് അപ്പം തന്നെ സൈറ്റിൽ നിന്ന് പോരുകയാണ്.
പോരുന്ന സമയത്ത് ഇവർ ഭാസ്കരൻ ചീത്ത പറയുന്നുണ്ട് ഇവർ ചോദിച്ചു, അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്, അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അപ്പോൾ എൻ്റെ വാക്കിനൊരു വിലയില്ല അല്ലേ, നിങ്ങൾ പഞ്ചായത്തൊക്കെ കൂടി തീരുമാനിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി, എൻ്റെ കൊച്ചെ നിനക്ക് അറിയാഞ്ഞിട്ടാണ് പിന്നെ അവരുടെ സ്വഭാവം, എന്നെ എൻ്റെ മക്കൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് അവർ, എൻ്റെ ഏട്ടനും പെങ്ങളെന്ന് പറയുന്ന അവരുടെ ഇത്, നിനക്കിതൊന്നും അറിയില്ല, ഇതൊക്കെ അറിയുന്ന ഇവന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്നൊക്കെ അങ്ങനെ പറയണം, അങ്ങനെ കുറേ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ പറയും ഇപ്പോൾ ഇപ്പോൾ പോയിട്ട് നമുക്ക് നിധി അല്ല അവൾ സുനന്ദ കഴുത്ത് കാണിച്ചു തരും എന്നൊക്കെ പറയാം, എന്താ അവൾക്ക് ബോധമല്ലേ, അവൾക്ക് ഒരു കല്യാണം വേണ്ട എന്ന് പറയാനുള്ള ബുദ്ധി അവൾക്ക് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ഭാസ്കരൻ. മൂപ്പര് പറഞ്ഞതും കാര്യം തന്നെയാണ്, അവൾ തീരുമാനിക്കേണ്ട അവളുടെ ജീവിതം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴൊക്കെയാണ് നമ്മുടെ സുഭാഷ് വരുന്നത്. സുഭാഷ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക, പറഞ്ഞാൽ വരുന്നുണ്ട് നിങ്ങളങ്ങോട്ട് പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. അപ്പോഴേക്കും സുഭാഷ് വരും. സുഭാഷ് എന്നിട്ട് എന്താ പ്രശ്നം, നിങ്ങളോട് ആരും അവിടെ പോകാൻ പറയാറുണ്ട്. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക, എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലേ. അപ്പോൾ പറയും ഇങ്ങോട്ട് വാ, അത്തേക്ക് കയറി വരില്ല എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ നിന്നും വിചാരണ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാവും വിളിച്ചും കൊണ്ട് പോണത് എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. എന്നിട്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ അകത്ത് പോവാം. അവിടെ പോയിട്ട് സുഭാഷ് നല്ല കണക്കിന് ചീത്ത അറിയും, ഞാൻ പറഞ്ഞോ നിങ്ങളോട് എനിക്ക് വേണ്ടി അവിടെ പോയി പെണ്ണ് അന്വേഷിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ, പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്തത്, നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് അറിയായിരുന്നു നിങ്ങളെന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയിലാണെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താ നിങ്ങൾ എന്നെ അറിയാതെ മറക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലായിരുന്നു, ഇപ്പോൾ ആവശ്യത്തിന് കിട്ടിയില്ലേ, ഞാൻ അവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്, അപ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ കുറേ ചീത്ത അറിയണം. അപ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ പറയുമ്പോൾ വേണ്ട മോളോടെ മിണ്ടാണ്ടിരിക്കുക, ബാക്കി ഇവന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇവന്മാർ ഇത്രയും നാൾ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം നിൽക്കാത്ത നിങ്ങൾ എപ്പോഴാണ് ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയത് എന്നൊക്കെ വെച്ചിട്ട് കുറേ അങ്ങോട്ട് വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കണം. കാരണം പിന്നെ നികേഷ് പറയുന്നുണ്ട്, നികേഷല്ലേ വീട്ടിലേക്ക് ചേർന്നത്, അപ്പോൾ നികേഷ് പറയുന്നുണ്ട് ഏട്ടാ ഞങ്ങളത് പിന്നെ ഏട്ടന് സുനന്ദ ചേച്ചീനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം, ചേച്ചിക്കും ഏട്ടനെ ഇഷ്ടമാണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്, എനിക്കിഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളത് അന്വേഷിച്ച് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചീത്ത അറിയണം. അത് കഴിഞ്ഞിട്ട് സുഭാഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നിധി ഇങ്ങനെ ആകെ അയ്യോന്നായി പോയി നിൽക്കണം. കാരണം നിധിക്കും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒന്നും പറയാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ നിധി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും എന്താ പറയുക, നികേഷ് വന്നിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ്റെ ദേഷ്യം മാറും, ചേച്ചി വിഷമിക്കേണ്ട ഇരത്തി വിഷമിക്കേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർ പോവും. അപ്പോൾ ഇവനും വന്നിട്ട് സുധീഷ് വന്നിട്ടും പറയും വിഷമിക്കേണ്ട ഏട്ടൻ്റെ ദേഷ്യം കുറച്ച് കഴിയുമ്പോഴേക്കും മാറും, കുഴപ്പമില്ല എന്നിട്ട് പോവും. അങ്ങനെ സുഭാഷ് ഇങ്ങനെ പുറത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ കണ്ണിലിങ്ങനെ വെള്ളമൊക്കെ നിറച്ച ആളിങ്ങനെ നിൽക്കുകയാണ് സങ്കടപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളുടെ നിധി ചെന്നിട്ട് ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടാ ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ, അവർ ചീത്ത പറയണ്ട, ഞാൻ കാരണം അവർ വന്നത്, എന്നെ അനുസരിക്കുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, അവർ വഴക്ക് പറയണ്ട എന്നിങ്ങനെ പോയിട്ട് നിധി പറയുന്നുണ്ട്. അപ്പോൾ പറയും എനിക്ക് നിങ്ങളെ കല്യാണത്തിൻ്റെ അന്നാണ് അതുവരെ എനിക്ക് അവളോടൊരു ഇതും തോന്നിയിരുന്നില്ല, പക്ഷേ നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്നാണ് അവളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞത്, പക്ഷെ അത് ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ മൂപ്പര് അങ്ങനെ ഓരോ വിഷമങ്ങൾ പറയും. അപ്പോൾ പറയും അതുകൊണ്ട് മോൾക്ക് അറിയാഞ്ഞിട്ടാണ് കാര്യം, എനിക്ക് നിങ്ങളവിടെ പോയിരുന്നിട്ട് മറ്റവന്മാർക്ക് പ്രശ്നമില്ല, പക്ഷേ മോളും അതിൽ പോയി പെട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കരുതൽ.